നമസ്കാരം. സുഭാഷിതം. ഇപ്പം ഞാൻ കഴിഞ്ഞ സുഭാഷിതത്തിൽ പറഞ്ഞു സുഖവും ദുഃഖവും പൂരകമാണ്. അത് ഒരിക്കലും വിട്ടുമാറാത്ത ഒന്നാണ്. സുഖത്തിന് ദുഃഖമുണ്ട്, ദുഃഖത്തിന് സുഖവും ഉണ്ടാകാം. അപ്പം ഇവിടെ ഇന്നത്തെ സുഭാഷിതത്തിൽ പറയുന്നത് സുഖാർത്ഥി ചേത് ത്യജേത് വിദ്യം, വിദ്യാർത്ഥി ചേത് ത്യജേത് സുഖം, സുഖാർത്ഥിനഃ കുതോ വിദ്യ, കുതോ വിദ്യാർത്ഥിനഃ സുഖം. സുഖാർത്ഥി ചേത് ത്യജേത് വിദ്യ. ഒരാൾ സുഖമായിട്ട് ജീവിക്കണം, സുഖിമാനായി ജീവിക്കണം എന്നുണ്ടെങ്കിൽ വിദ്യ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് പഠിക്കാതെ സുഖിച്ചാൽ മതി, അദ്ദേഹത്തിന് സുഖം മതി. പക്ഷേ വിദ്യ, അറിവ് അല്ലെങ്കിൽ പാണ്ഡിത്യം അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസം അവന് ഉണ്ടാകില്ല. കാരണം എന്താ? അദ്ദേഹത്തിന് ആവശ്യം സുഖമാണ്. അതേപോലെയാണ് വിദ്യാർത്ഥിക്ക് സുഖം ത്യജിച്ചാൽ വിദ്യാർത്ഥിയായി മാറും. ഒരു വിദ്യാർത്ഥി ആകണമെങ്കിൽ സുഖം ത്യജിക്കുക. വിദ്യ ത്യജിക്കുമ്പോഴാണ് അവന് സുഖമുണ്ടാകുന്നത്. എന്നാൽ സുഖം ത്യജിച്ചാൽ വിദ്യ ഉണ്ടാകുന്നു. അതാണ് ചോദിക്കുന്നത്. സുഖാർത്ഥിനഃ കുതോ വിദ്യ. എവിടെയാണ് സുഖാർത്ഥികൾക്ക്, അതായത് സുഖിമാന്മാർക്ക് എവിടെയാണ് വിദ്യ? കുതോ വിദ്യാർത്ഥിനഃ സുഖം. വിദ്യാർത്ഥികൾക്ക് എവിടെയാണ് സുഖം? അവർക്ക് ദുഃഖം എന്നുള്ള അർത്ഥമല്ല, കഷ്ടപ്പാടുകൾ. ഇവിടെ അതാണ് ഉദ്ദേശിക്കുന്നത്. സുഖിമാൻ എന്നുള്ളതില്ലേ, ആ സുഖിമാനായിട്ടൊന്നും ഇരിക്കാൻ പറ്റില്ല വിദ്യാർത്ഥിക്ക്. വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ നന്നായി കഷ്ടപ്പെടണം. നന്നായി കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്തെങ്കിൽ മാത്രമേ അദ്ദേഹം ഒരു വിദ്യാസമ്പന്നനാവുകയുള്ളൂ. അതുകൊണ്ടാണ് സുഖങ്ങൾ ത്യജിക്കണം എന്ന് പറഞ്ഞത്. പക്ഷെ അതിനുശേഷം അദ്ദേഹത്തിന് എന്തായിരിക്കും അനുഭവം? സുഖം മാത്രമായിരിക്കും അനുഭവം. എന്നാൽ സുഖിമാനായിരിക്കുന്ന ഒരാൾക്ക് വിദ്യ ലഭിക്കില്ല. അപ്പൊ വിദ്യാർത്ഥിയുടെ ലക്ഷണം അവിടെ പറയേണ്ടി വരും. വിദ്യാർത്ഥിയാല് അല്പാഹാരം, ജീർണവസ്ത്രം, കാകദൃഷ്ടി, ശ്വാനനിദ്ര. ഈ ഒരു 4 കാര്യത്തിലാ വിദ്യാർത്ഥി. അല്പാഹാരം, ആഹാരം നന്നായിട്ട് കഴിച്ചുകൂടാ എന്ന് പറഞ്ഞാൽ വയറ് നിറച്ച് ഭൂഷണിച്ച് കഴിക്കേണ്ട ആഹാരം ജീവന്റെ നിലനിൽപ്പിന് വേണ്ടി കഴിക്കുക. ജീർണവസ്ത്രം, കീറിപ്പറഞ്ഞെന്നുള്ള അർത്ഥമല്ല, പഴയ വസ്ത്രങ്ങൾ അലക്കി തേച്ച് ഉപയോഗിക്കാം. അല്ലാതെ പുതുപുത്തനായ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് നടക്കണ്ട. അത് വിദ്യാർത്ഥിയുടെ ലക്ഷണത്തിൽ പറയുന്ന. കാകദൃഷ്ടി, ശ്വാനനിദ്ര. കാക്ക എങ്ങനെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് നോക്കുന്നത്? ചരിഞ്ഞല്ലേ നോക്കുന്നത്. അതായത് സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. എന്തൊക്കെയാണ് അവന്റെ ചുറ്റുപാടും നടക്കുന്നതെന്ന് കാക്ക വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നതാണ് കാകദൃഷ്ടി എന്ന് പറഞ്ഞത്. ഏതും കാക്കയുടെ കണ്ണില് പെടും. ശ്വാനനിദ്ര, നായ എങ്ങനെ ഉറങ്ങുന്നത്? ഭയങ്കര, നമ്മൾ നോക്കുമ്പോഴും അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉറങ്ങുകയാണ്. പക്ഷേ ചെറിയൊരു മുട്ടുസൂചി അതിൻ്റെ ശബ്ദ സ്രോതസ്സിനുള്ളിൽ കേട്ടാൽ ആ നിമിഷം നായ ഉണർന്ന് നല്ല ഉഷാറായിട്ട് നിൽക്കും. അതാണ് ശ്വാനനിദ്ര. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വിദ്യാർത്ഥിയുടെ ലക്ഷണമാണ്. ഞാൻ പറഞ്ഞതല്ല, ഒരു വിദ്യാർത്ഥിയായി തീരണമെങ്കിൽ സുഖങ്ങളെ ത്യജിക്കുക. സുഖിമാന് ഒരിക്കലും ഒരു വിദ്യാർത്ഥിയാവാൻ പറ്റില്ല. ഇതാണ് സുഭാഷിതം അർത്ഥമാക്കുന്നത്. നമസ്തേ.